എനിക്ക് അതൊന്നും പറയണ്ട. എന്റെ വാങ്ങിച്ച ദക്ഷിണ 5000 രൂപ എനിക്ക് കിട്ടണം. വണ്ടിക്കൂലി 100 രൂപ ബാക്കി തരണം. സംസാരിക്കേ ഒന്ന് വന്നേ. എന്താ ആരെ എന്താണ് മൂടാണോ? വാട്ട് മൂഡ്? ഒരു മൂടില്ല. നീ എന്തൊരു പണിയാ കാണിച്ചത്? ഈ സൂണഞ്ചേറിന്റെ വീട്ടിൽ നമ്മ കിണറിന് സാധനം കാണാൻ ചെന്നില്ലേ? ആ സ്ഥാനം തെറ്റാണ്. അവിടെ കുത്തിയിട്ട് വെള്ളം കിട്ടണല്ലോ. അയാൾ തന്ന ദക്ഷിണ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്നു. ആരാ അങ്ങോട്ട് പറ. അതെ, ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാൻ കാണിച്ച സ്ഥലത്ത് കിണർ ഒഴിക്കണം. കിണർ ഒഴിച്ച് അവിടെ വെള്ളം കിട്ടും. അതൊക്കെ അയാള് കുത്തി. കുത്തി അവനെന്താ വെള്ളം കാണാത്തത്? വെള്ളം കിട്ടുന്നില്ല. വെള്ളം കിട്ടുന്നില്ല. കുത്തണം, കുഴിക്കണം. കുഴിച്ചു 25 അടി കുഴിച്ചു, എന്നിട്ട് വെള്ളം കിട്ടുന്നില്ല. നമ്മള് കണ്ട സ്ഥാനത്തിൽ 25 അടി കുത്തിയിട്ടും കിട്ടിയില്ല. അപ്പുറത്തെ കക്കൂസടക്ക് 10 അടി കുത്തിയപ്പോ വെള്ളം കണ്ടെന്നാ പറയണ. 10 അടി കണ്ട വെള്ളം 10 ദിവസം. 25 അടിയിൽ കണ്ടു കഴിഞ്ഞാൽ അത് 25 തലമുറ കുടിക്കണ കുടിക്കാൻ പാടില്ല. നീ പറഞ്ഞ് മനസ്സിലാക്ക്. അങ്ങനെയാണ്. ഇപ്പൊ 25 അടിയിൽ വെള്ളം കണ്ടില്ലല്ലോ. ഇല്ല, കിട്ടുന്നില്ല. അത് കിട്ടുന്നില്ല. അതെ, മണ്ണിന്റെ 2 തട്ടാണ്. അത് കഴിഞ്ഞതാ 1.5 മീറ്റർ പാറ കാണും. പാറന്റെ അവിടെ പാറയുണ്ട്. അപ്പൊ പാറ കുഴിക്കണം. പാറ കുഴിച്ചാ വെള്ളം കിട്ടും. പാറ കുഴിച്ചാടി ചെല്ലുമ്പോ പറഞ്ഞ വെള്ളം വരും. പാറ പൊട്ടിച്ചില്ല. പിന്നെ വെറുതെ അതും ഇതും അറിയാതെ വന്ന് ബഹളം ഉണ്ടാക്കണം. എന്തിനാ? പാറ പൊട്ടിക്കണം വെള്ളം കിട്ടണമെങ്കിൽ. പാറ പൊട്ടിക്കാൻ പറ്റുമോ? ഞാൻ പുഷ്പ വിളിച്ചോട്ടെ. പാറ പൊട്ടിക്കണ ആളാണോ? അല്ല, എന്റെ വൈഫാണ്. പാറയില് വെള്ളം ഉണ്ട്. പുഷ്പേ, ആശാരി പറയുന്നത് പാറ പൊട്ടിച്ചാലേ വെള്ളം കിട്ടുമെന്നാണ്. എന്തിയാ പാറ പൊട്ടിച്ചോട്ടെ? പൊട്ടിക്കല്ലേ? ഓക്കെ, പൊട്ടിക്കാം. പാറ പൊട്ടിക്കാം. പൊട്ടിച്ചോ ഞാനാ പാറ പൊട്ടിക്കുന്ന ആള്. ഞാൻ പൊട്ടിക്കാം. സന്തോഷമായില്ലേ? സന്തോഷം. അപ്പോഴേ വാസുകുട്ടി, ഈ പണി തീരുന്നവരെ നീ എന്റെ കൂടെ ഉണ്ടാവണം. പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പൊ ശരി. സംശയം മാറിയില്ലേ? മാറി. അതെ, അച്ഛന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്യണം. എന്തെങ്കിലും ഒരു ദക്ഷിണ കൊടുക്കും. ദക്ഷിണ ഒരു 50 രൂപ മതിയാ? 50 കൊടുത്ത പാറ പൊട്ടൂല. 500 കൊടുക്കും. ഞാൻ അത് പുഷ്പനോട് ചോദിക്കണം. വേണ്ട. സത്യല്ലാത്ത പൈസ ഞാൻ വാങ്ങില്ല. സത്യമുള്ള പൈസയാണ്. കണ്ടില്ല? സത്യമേവ ചെയ്തെന്ന് എഴുതിയാണ്ടാ മോളില് മേടിച്ചോ. അപ്പൊ ശരി. ജോസൂട്ടിയുള്ള പൈസ ഞാൻ വേറെ കൊടുക്കാം. ജോസൂട്ടികളെ വേറെ കൊടുക്കാം. ഇത് കിട്ടില്ല. അപ്പൊ ശരി, സന്തോഷം. പോയിക്കോ. ഞാൻ വന്നേക്കാം കേട്ടാ. ഓക്കെ. ശരി. അതേ, നീ ഇപ്പൊ ചെയ്തത് വലിയ ഉപകാരമാണ്. എന്ത്? ഞാൻ നാളെ വേറൊരു വഴിക്ക് പോയിരിക്കുക. കയ്യിൽ പൈസ ഇല്ല. അത് ശരി. അപ്പൊ അയാളുടെ അടുത്ത് 5000 രൂപ ദക്ഷിണ കിട്ടിയത് എന്ത് കാണിച്ചു? ദക്ഷിണ കിട്ടിയ പൈസ ഞാൻ വാടക കൊടുത്തില്ലേ? അതൊട്ട് കളിക്കല്ലേട്ടാ. ആർക്ക് വാടക കൊടുത്തു? ഞാൻ അത് അവിടെ റെസീഡ് എടുത്തു കൊടുത്തു. അവര് അത് വാങ്ങൂല. വേണ്ട അത് പറഞ്ഞു. പക്ഷെ ഞാൻ നിർബന്ധിച്ച് വെച്ചു. ഞാൻ പറഞ്ഞു, അമ്മയ്ക്കും മല്ലികയ്ക്കൊക്കെ അതൊരു മനപ്രയാസമുണ്ട്. നമ്മൾ വെറുതെ താമസിക്കണില്ല. അപ്പോൾ അത് നമ്മൾ നോക്കണ്ടേ? നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇരിക്കട്ടെ പറഞ്ഞിട്ട് നിർബന്ധിച്ച് ഞാൻ കയ്യിൽ പിടിപ്പിച്ചു. എന്തായാലും കുഴപ്പം നല്ലതല്ലേ? നല്ലതാണ്. വാടക മേടിക്കണ ഒരു മര്യാദയാണ്. അത് കുഴപ്പമില്ല. അങ്ങനെ വേണം. അത് വാങ്ങണത് മോശമാണ്. നമ്മക്കൊരു സത്യം ഉണ്ടല്ലോ. സത്യമുണ്ട് അല്ലേ? നമ്മൾ സത്യത്തിന്റെ കൂടെ നമ്മൾ നിൽക്കണം. എന്താ അങ്ങനെ ചെയ്യാം. അതാണ്. ഭക്ഷണം കഴിക്കേണ്ടത് ഒന്നും വേണ്ട, പോയി കിടക്കും. അല്ല, നാറിയിട്ട് പാടില്ല, പോയി കിടക്കടാ. മീൻ നല്ല മീൻ. എനിക്ക് പോയിട്ട് കാര്യമുണ്ട്. നല്ല മീൻ വേണ്ട. ആ കൂട്ടും കഴിച്ചിട്ട് പോടാ. വേണ്ടതേ. ഇവിടെ ഒന്നും ഭക്ഷണം കഴിയില്ല. വല്ല പ്രമാണിയല്ലേ? വേണ്ട. അല്ലേ, ചോറെടുത്ത് വെച്ചോ. അല്ലേ,
കഴിച്ചാൽ മതിയല്ലോ. മനുഷ്യരും മനസ്സമാനം കളഞ്ഞിട്ട്. നിങ്ങൾക്ക് എന്താ മനസ്സമാനം കേടി? ഈ എന്തിനാണ് ആ വാസുട്രേന്ന് വാടക വാങ്ങിയത്? മുപ്പരുണ്ട് തന്നു, ഞാൻ മേടിച്ചേക്കല്ലേ. ഓ അങ്ങോട്ട് കൊണ്ടുവന്നു ഇജ്ജ് അങ്ങോട്ട് മേടിച്ച് വെക്കോ? പിന്നല്ലാതെ എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് വാടകയ്ക്കല്ല അവരിവിടെ താമസിക്കണത്? എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വാടക കിട്ടാൻ വേണ്ടിയിട്ടാ പറഞ്ഞപ്പോ അവിടെ കൊണ്ട് താമസിപ്പിച്ച ഞാന്? അല്ല, പിന്നെ എന്തിനാ ഈ വാങ്ങിയത്? ഞാൻ മേടിച്ചൊന്നല്ല, മൂപ്പർക്ക് എന്തോ പൈസ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ കൊണ്ടുവന്ന പൈസ തന്നു, ഞാൻ മേടിച്ചത് തന്നെ. എന്റെ സ്ഥിരം പല്ലവി ഉണ്ടല്ലോ, ഞാൻ അങ്ങനെ വെച്ചാ ആ ജാതി വർത്താനം ഇവിടെ വേണ്ടാട്ടാ. അത് വേണ്ട, അതിന് പറ്റിയ ആളല്ല അവൻ. അവന്റെ കൂടെ പറപ്പിനെ പോലെയാണ്. അത് മാത്രല്ല എന്നെ മൊലൂട്ടി വളർത്തി അമ്മയുണ്ട് അവിടെ. അയച്ചു മനസ്സിലായിക്കോ. അവരെയൊന്നും വാടക മേടിക്കാൻ പാടില്ല, പടത്തം മുറുക്കൂലേ. എന്താണ് എന്താണെന്ന് കഴിഞ്ഞ് വാടക മേടിച്ച് ശരിയായില്ല, അതന്നെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്തപ്പോ വാടക മേടിച്ച് ശരിയായിട്ട് മേടിച്ചാൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ പാടുണ്ടോ? ഇന്നെ അനുസരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ എന്തിനാണ് എന്റെ ഭർത്താവായിട്ട് കഴിക്കുന്നത്? എന്തിനാണ് ഈ ജാതി പഠിച്ച് കാട്ടാൻ പാടില്ല. പലതവണ ഞാൻ പറഞ്ഞിട്ടാണ്. ഈ പാവപ്പെട്ടവന്റെ കായ് മേടിച്ചിട്ട് വേണോ എനിക്ക് സമ്പാദിക്കാൻ? വേണോ? എന്തപ്പോ പാവപ്പെട്ടവൻ? ഇവിടെ കട കൊറേ പേർക്ക് വാടക കൊടുത്തിട്ടുണ്ട്. ഓരൊക്കെ വലിയ പണക്കാരൊന്നല്ല, പാവപ്പെട്ടവർ തന്നെയാ. കൃത്യമായിട്ട് വാടക മേടിച്ചതിന്റെ ചോറാണ് നിങ്ങളും കഴിക്കണത്. ഭർത്താവിനോട് പറയരുതിട്ടാ. എന്റെ വാടകക്കായി ഞാൻ അസലായിട്ട് അധ്വാനിച്ചിട്ടാ കഴിയുന്നത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും മൂപ്പര് എനിക്ക് വാടക തന്നു, ഞാൻ അത് മേടിച്ച അത്ര തന്നെ. ഞാൻ മേടിക്കാൻ പറ്റൂല. ഞാൻ ഈ കുടുംബത്തുണ്ടെങ്കിൽ കായ് മേടിക്കാൻ പാടില്ല. എന്റെ കൂടെ പുറപ്പെടവൻ ആരായാലും കൊള്ളാം. ഉത്തരവാദിത്തം ഇല്ലാത്തവരുടെ ഒക്കെ ഗതി തന്നെയാണ്. ഈ ഉത്തരവാദിത്തത്തിനെ കുറിച്ച് നിച്ച് പഠിപ്പിക്കരുത്. എന്റെ കാര്യം നോക്കിയാൽ മതി. എന്റെ കാര്യങ്ങൾ നടക്കണോ ഇല്ലെന്ന് നോക്കിയാൽ മതി. അല്ലാണ്ട് ഈ ആണുങ്ങളുടെ ഉത്തരവാദിത്തം പഠിപ്പിക്കണ്ട. ഉത്തരവാദിത്തം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ആവുമായിരുന്നോ? ഓരോരുത്തരുടെ ഗതികേടാണ്. ഈ അന്നേന് കുറെ കായ് പണം വെച്ചിട്ട് ഇക്കൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കണ്ട. അത് വിചാരിക്കണ്ടോ? എന്ത് വിചാരിച്ച ശരിയാവില്ല ഞാൻ പറഞ്ഞത്. അതെ, എനക്ക് കായ് കണ്ട എനിക്ക് പ്രാന്താണ്. അതിന് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എന്തുവാണ് ഞാൻ കിടക്കുമ്പോഴാണ് ഈ ഒച്ച കേട്ടത്? എന്തോന്നാണ് ഈ രാത്രി? ഞാൻ പറയുന്നത് കേക്ക്. നീ ഒന്നും നേരമായില്ല. സമാധാനമായിട്ട് ഞാൻ പറയുന്നത് കേക്ക് മോനെ. റസിയ എന്നെ കൊണ്ട് ഒരു ചിട്ടിയിൽ ചേർത്ത് ആ ചിട്ടി പൈസ കൊടുക്കാനാണ് ഈ 3000 രൂപ അവൾ വാങ്ങിക്കുന്നത്. അതെന്തിനാണെന്ന് അറിയാമോ? ജപ്തി ചെയ്ത വീട് എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിലും അവനൊരു ഉത്തരവാദിത്വം വേണ്ടേ മോനെ? അല്ലെങ്കിൽ ഈ 3000 രൂപ കൊണ്ട് അവൻ ചെലവാക്കത്തില്ലേ? അല്ലാതെ അവളെന്നെ ഒന്ന് വാടക വാങ്ങിച്ചതല്ല. അങ്ങനെ മനസാക്ഷി ഇല്ലാത്തവളുമല്ല റസ്യ. അതിന് മനസ്സിലായ? മക്കളെ സമാധാനമായിട്ടിരുന്ന് കഴിക്കുക, എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇരിക്കും മക്കളെ. റസ്യ ഞാൻ പോട്ടെ. അറിയില്ല ഇങ്ങനെയുള്ള പണികൾ ചെയ്ത് വെച്ച്